ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും പങ്കാളികളാകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പൂർണ്ണ ആവേശം കാണിക്കണമെന്ന് ജാർഖണ്ഡിലെ വോട്ടർമാരോട് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡിൽ ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പോളിംഗ് നടക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ആവേശത്തോടെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് മോദി വോട്ടർമാരോട് പറയുന്നുണ്ട്. എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ റൗണ്ട് വോട്ടെടുപ്പാണ്. ജനാധിപത്യത്തിന്റെ ഈ ഉത്സവത്തിൽ പൂർണ്ണ ആവേശത്തോടെ വോട്ട് ചെയ്യാൻ ഞാൻ എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. എല്ലാ കന്നി വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തുക എന്ന് മോദി അഭ്യർത്ഥിച്ചു. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തോടെ നിങ്ങളുടെ ജീവിതം, ജലം, വനം, ഭൂമി എന്നിവ സംരക്ഷിക്കണമെന്നും സാമൂഹിക നീതിയെ ശാക്തീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരും വോട്ടർമാരോട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ആദ്യഘട്ട പോളിംഗിൽ വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വോട്ടർമാരോടും അഴിമതിയും നുഴഞ്ഞുകയറ്റവും പ്രീണനവും ഇല്ലാത്തതും വികസിതവുമായ ഒരു ജാർഖണ്ഡ് സൃഷ്ടിക്കുന്നതിനായി വോട്ടുകൾ രേഖപ്പെടുത്താൻ താൻ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. ആദിവാസി സ്വത്വം, ഭൂമി, സ്ത്രീകളുടെ സുരക്ഷ, യുവാക്കളുടെ തൊഴിൽ എന്നിവ സംരക്ഷിക്കാൻ ജാർഖണ്ഡിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യം ശക്തിപ്പെടുത്താൻ വോട്ട് ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അഭ്യർത്ഥന. EVM ബട്ടൺ അമർത്തുന്നതിന് മുൻപ് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം വോട്ടർമാരെ ഓർമ്മിപ്പിച്ചു. 15 ജില്ലകളിലെ 43 മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 73 വനിതകൾ ഉൾപ്പെടെ 683 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. നവംബർ 20-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. 23-ന് ഫലം പ്രഖ്യാപിക്കും. 2019-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 81-ൽ 30 സീറ്റും നേടി ജാർഖണ്ഡ് മുക്തി മോർച്ചയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. തുടർന്ന് 16 സീറ്റ് നേടിയ കോൺഗ്രസുമായി സഖ്യത്തിൽ അധികാരത്തിലേറി. ഒരു സീറ്റ് നേടിയ RJDയും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. 16 സീറ്റായിരുന്നു അന്ന് BJPക്ക് ലഭിച്ചത്. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും ലഭിച്ചു 2 സീറ്റ്. ഇക്കുറിയും കോൺഗ്രസുമായി സഖ്യത്തിലാണ് JMM തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. RJDയും സഖ്യത്തിന്റെ ഭാഗമാണ്. നേരത്തെ CPMഉം CPIയും സഖ്യത്തിൽ ചേർന്നേക്കുമെന്ന് വിലയിരുത്തപ്പെട്ടുവെങ്കിലും സീറ്റ് വിഭജനം കല്ലുകടിയായതോടെ സഖ്യനീക്കം പാളി. ഇന്ത്യ സഖ്യത്തിൽ JMM 43 സീറ്റിലും കോൺഗ്രസ് 30 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. RJD 6 സീറ്റിലും ഇടതു പാർട്ടികൾ 3 വീതം സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. NDAയിൽ 68 സീറ്റിൽ BJPയും സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 10 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. JDU 2, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 1 സീറ്റിലുമാണ് മത്സരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചെമ്പൈ സോറനാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാൾ. BJPക്ക് വേണ്ടി സറൈകേല മണ്ഡലത്തിൽ നിന്നാണ് ചെമ്പൈ സോറൻ മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ചെമ്പൈ സോറൻ JMM വിട്ട് BJPയിലെത്തിയത്. ഒഡീഷ ഗവർണറും മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസിന്റെ മരുമകൾ പൂർണിമ ദാസ് സാഹു, സരയൂ റോയ് തുടങ്ങിയവരും ആദ്യഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.